നമുക്കേ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടേ ഒരു പച്ചടി ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മളെല്ലാവരും ബീട്രൂട്ട് കൊണ്ട് തോരനല്ലേ കൂടുതലും വെക്കുക. നമുക്ക് പച്ചടി ഒന്ന് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇത്തിരി വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം പേസ്റ്റ് പോലെ അരയണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ നമുക്ക് വെള്ളം അധികം ആവാണ്ട് അരച്ചെടുക്കാം. കണ്ടോ, നമ്മളിതേ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ, അധികം ആവണ്ട, കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് വിപ്പ് ചെയ്യുക, കാരണം കടുക് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് നടു പിളരാനേ പാടുള്ളൂ. അരഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കയ്പ്പ് രസം വരും. അതായത് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ വെള്ളം വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ബാക്കി വരുന്നത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം അധികം ആവാണ്ട് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വറ്റിച്ചെടുക്കേണ്ടി വരും, തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. വീണ്ടും കുറേ നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞു പോവും. ഇത് നന്നായിട്ട് തിളച്ച് ഇതൊക്കെ നന്നായി വറ്റി ഇതുപോലെ നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് തൈര് മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതൊന്ന് താളിച്ചെടുക്കുക ചെയ്യണേ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ചട്ടിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് കഴിയുകയും ചെയ്തു, എന്നാൽ നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്